CBSE പോർട്ടലിൽ വീണ്ടും സാങ്കേതിക തകരാർ. 12ാം ക്ലാസ് പരീക്ഷയുടെ പുനർമൂല്യനിർണ്ണയത്തിനുള്ള അപേക്ഷകൾ സ്വീകരിക്കാനുള്ള പോർട്ടലിൽ ഇന്നും തകരാർ കണ്ടെത്തി. 12ാം ക്ലാസ് CBSE പുനർമൂല്യനിർണ്ണയത്തിനുള്ള വിദ്യാർത്ഥികളുടെ അപേക്ഷകൾ ഇന്നു മുതൽ സ്വീകരിച്ചു തുടങ്ങുമെന്നാണ് അറിയിച്ചിരുന്നത്. ഇതനുസരിച്ച് അപേക്ഷ നൽകാനായി ശ്രമിച്ചപ്പോൾ പോർട്ടൽ തുറക്കാൻ കഴിയുന്നില്ല എന്ന തരത്തിലാണ് പരാതികൾ ഉയരുന്നത്. നേരത്തെയും പ്രശ്നങ്ങൾ വിദ്യാർത്ഥികൾ നേരിട്ടിരുന്നു. പുനർമൂല്യനിർണ്ണയത്തിനും ഉത്തരക്കടലാസിന്റെ സ്കാൻ ചെയ്ത പകർപ്പ് ലഭിക്കാനും അപേക്ഷിച്ചപ്പോഴാണ് സാങ്കേതിക തകരാർ നേരിട്ടത്. പരീക്ഷ എഴുതിയ 17.68 ലക്ഷം പേരിൽ 4 ലക്ഷത്തിലേറെ പേർ ഉത്തരക്കടലാസിന്റെ പകർപ്പ് പരിശോധനയ്ക്കായി വാങ്ങി. വിവിധ വിഷയങ്ങളിൽ 11.31 ലക്ഷം ഉത്തരക്കടലാസുകൾ കൈമാറിയിട്ടുണ്ട്. പുനർമൂല്യനിർണ്ണയം നടത്താൻ കൂട്ടത്തോടെ അപേക്ഷ വന്നാൽ പോർട്ടലിലെ പിഴവ് ആവർത്തിക്കുമോ എന്ന ആശങ്ക കഴിഞ്ഞ ദിവസം തന്നെ ഉയർന്നിരുന്നു. ഇത് ശരിവെക്കുന്നതാണ് ഇന്നത്തെ തകരാർ. അതേസമയം പരീക്ഷാഫല പ്രഖ്യാപനത്തിൽ പിഴവ് സംഭവിച്ചതായി CBSE സമ്മതിച്ചു. ഉത്തരക്കടലാസുകൾ ഡിജിറ്റൽ രൂപത്തിലാക്കി മൂല്യനിർണ്ണയം നടത്തിയ ഓൺ സ്ക്രീൻ മാർക്കിംഗ് രീതിയിൽ പാളിച്ചയുണ്ടായതായി CBSE വിശദീകരിക്കുന്നുണ്ട്. നാഷണൽ ഡെസ്ക് സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.